കുട്ടികൾക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നതിന്റെ അസഹിഷ്ണുത കുട്ടികളോട് തന്നെ തീർക്കുകയാണ് സർക്കാർ. അതിന് ഏറ്റവും ഒടുവിൽ ഉദാഹരണമായിരുന്നു 3 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട ജെൻസി പ്രതിഷേധക്കാരൻ അഭിനവ് ബിഷ്ട്. സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, പശ്ചിമ ബംഗാളിലും ബീഹാറിലും അസമിലുമൊക്കെയായിട്ട് പ്രതിഷേധക്കാരായ യുവാക്കളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെക്കുകയും ചെയ്തിരുന്നു പോലീസ്. പക്ഷേ പ്രതീക്ഷിച്ച പോലെ അത്ര എളുപ്പമായിരുന്നില്ല പാറ്റകളെ തുരത്തുക എന്ന് പറയുന്ന പരിപാടി. പൂട്ടിയിട്ടതിലും വേഗത്തിൽ അഴിച്ചുവിടേണ്ടി വന്നു. ഇതുവരെ കണ്ട പ്രതിഷേധ മാർഗങ്ങളിൽ നിന്ന് വേറിട്ട് നിന്ന സമരം പോലെ തന്നെ സമരാനന്തരവും ജെൻസികളെ പ്രെഡിക്റ്റ് ചെയ്യാൻ മോദി ഗവൺമെന്റിനായില്ല. തടഞ്ഞുവെക്കലിനെതിരെ പോരാടുമെന്ന CJP ആഹ്വാനത്തിന് പിന്നാലെ വിലക്കിയിരുന്ന അഭിനവിന്റെ അക്കൗണ്ട് തുറന്നുകൊടുക്കേണ്ടി വന്നു. സസ്പെൻഡ് ചെയ്തപ്പോൾ 3 ലക്ഷം ഫോളോവേഴ്സ് മാത്രം ഉണ്ടായിരുന്ന അക്കൗണ്ട് ഇപ്പോൾ 7,30,000-ലധികം ഫോളോവേഴ്സുമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ജന്തർ മന്ദറിലെ CJP പ്രൊട്ടസ്റ്റിൽ മാതൃകയാക്കേണ്ട ചില പ്രതിഷേധ രീതികളുണ്ടായിരുന്നു. വിവേകമില്ലെന്നും രാഷ്ട്രീയ ബോധമില്ലെന്നും പറഞ്ഞ് ചാപ്പ കുത്തിയിരുന്ന കുട്ടികൾ എത്ര വിവേകത്തോടെയും അച്ചടക്കത്തോടെയുമാണ് പ്രതിഷേധം നടത്തിയത് എന്നത് കണ്ടുപഠിക്കേണ്ടതായിരുന്നു. വിശപ്പും ദാഹവും വകവയ്ക്കാതെ തെരുവിൽ നിന്ന് ലാത്തിത്തുമ്പിൽ നിന്ന് ചിരിച്ചുകൊണ്ട് റീലുകൾ ചെയ്ത വിദ്യാർത്ഥികളെ, അവരുടെ എല്ലാ തമാശകളെയും അങ്ങേയറ്റം ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളടക്കം സപ്പോർട്ട് ചെയ്തിരുന്നത്. സമരമുഖത്ത് നിന്ന് ഇതേ കാരണത്താൽ നമ്മുടെ എല്ലാം ഫീഡിൽ നിറഞ്ഞ മുഖമായിരുന്നു അഭിനവ് ബിഷ്ടിൻ്റേത്. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കിടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ അഭിനവ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇൻസ്റ്റഗ്രാമിൽ വൻ ജനപ്രീതി നേടി. ടിക്ടോക്ക് ശൈലിയിലുള്ള വൈറൽ വീഡിയോകളിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ ജെൻസി പ്രതിഷേധക്കാരനായി അഭിനവ് മാറിയത് നിമിഷങ്ങൾ കൊണ്ടായിരുന്നു. പ്രതിഷേധക്കാർക്കിടയിൽ നിന്ന് ചിരിച്ചുകൊണ്ടും തലയാട്ടിക്കൊണ്ടും വീഡിയോ ചെയ്യുന്ന അഭിനവിന്റെ ശൈലി വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ പ്രചാരം നേടി. പ്രതിഷേധ സ്ഥലത്ത് നിന്നുള്ള വീഡിയോകൾ, പോലീസുകാരുമായുള്ള ഏറ്റുമുട്ടലുകളുടെ ദൃശ്യങ്ങൾ, പ്രതിഷേധക്കാരുടെ അനുഭവങ്ങൾ, ദിവസേന നടക്കുന്ന സംഭവങ്ങളുടെ ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ എന്നിവയാണ് അദ്ദേഹം സ്ഥിരമായി പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഇതോടെ പ്രതിഷേധത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അഭിനവിലൂടെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് വളരെ വേഗത്തിൽ എത്താൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിലെ ഈ വൈറൽ സാന്നിധ്യം പ്രതിഷേധത്തിന് രാജ്യവ്യാപക ശ്രദ്ധ നേടിക്കൊടുത്തതിൽ ഒരു പ്രധാന ഘടകമായി മാറി. പരമ്പരാഗത വാർത്താ മാധ്യമങ്ങൾക്കപ്പുറം ഇൻസ്റ്റഗ്രാം റീലുകൾ വഴി യുവാക്കൾ രാഷ്ട്രീയവും സാമൂഹികവുമായ വിഷയങ്ങൾ കൂടുതൽ വ്യാപകമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയതിന്റെ ഉദാഹരണമായും അഭിനവിന്റെ പോസ്റ്റുകൾ ചൂണ്ടിക്കാട്ടപ്പെട്ടു. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈൽ തുടങ്ങൂ, റീലുകൾ ചെയ്ത് സജീവമാകൂ എന്ന് തന്റെ വിവിധ വകുപ്പ് മന്ത്രിമാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പറയേണ്ട സാഹചര്യം പോലും ഉണ്ടായി. വിദ്യാർത്ഥികൾക്കിടയിൽ സജീവമാവാൻ മറ്റ് മാർഗമില്ലെന്ന് ബോധ്യപ്പെട്ടതിനാലാവാം ദിവസേന 1 എന്ന കണക്കിന് റീലുകളുമായി വരാൻ പ്രധാനമന്ത്രിയും നിർബന്ധിതനായി. മേരെ പ്യാരെ ദേശവാസിയും എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി അറിയിപ്പിന് മുന്നോടിയായി ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു വശത്തു നിന്ന് ഫ്രണ്ട്സ് എന്ന് അഭിസംബോധന ചെയ്യുകയും മറുവശത്തു നിന്ന് ഇതേ ഫ്രണ്ട്സിന്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. മുൻപ് വാർത്താ മാധ്യമങ്ങളെ ബാൻ ചെയ്ത് വായടപ്പിക്കുന്നത് പോലെ പേജുകൾ സസ്പെൻഡ് ചെയ്ത് ഹിസ്റ്ററി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് മോദി ചെയ്തത്. പക്ഷേ 1-2 ചാനലുകൾക്ക് വിലക്കിടുന്നത് പോലെ അത്ര എളുപ്പമാവില്ല കോടാനുകോടി വിദ്യാർത്ഥികളുടെ പ്രൊഫൈലുകളെ ഇല്ലായ്മ ചെയ്യുക എന്നത് അവർ തിരിച്ചറിഞ്ഞില്ല. വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുന്നില്ലെന്ന് വിളിച്ചു പറഞ്ഞ് കോക്രോച്ച് ജനതാ പാർട്ടി രംഗത്തെത്തിയതോടെ ഇത്തരത്തിൽ ഒളിപ്പിച്ചു വെച്ച എല്ലാ അക്കൗണ്ടുകളും തടഞ്ഞുവെച്ച ചെറുപ്പക്കാരെയും തുറന്നുവിടേണ്ടി വന്നു സർക്കാരിന്. പ്രക്ഷോഭത്തിന്റെ ഭാഗമായി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ആരെയും അറസ്റ്റ് ചെയ്യില്ലെന്നും ഇതുവരെയുള്ള കേസുകൾ റദ്ദാക്കുമെന്നുമുള്ള ഉറപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു കുട്ടികൾ പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിയത്. എന്നാൽ വീണ്ടും വീണ്ടും അക്രമം അഴിച്ചുവിട്ടതോടെ സർക്കാരിൽ നിന്ന് വിശ്വാസവഞ്ചന ഉണ്ടായെന്നും പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ രാജ്യവ്യാപകമായ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും CJP നേതാക്കളായ സൗരവ് ദാസ്, അശുതോഷ് രംഗെ, അഡ്വക്കേറ്റ് രത്ന എന്നിവർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു. സംഗതി കയ്യിൽ നിൽക്കില്ലെന്ന് മനസ്സിലായ ഗവൺമെന്റിന് ഓരോന്നോരോന്നായി പരിഹരിക്കേണ്ടി വന്നു. പുതുതായി തുടങ്ങുന്ന ഇൻസ്റ്റഗ്രാം പ്രൊഫൈലുകളും ദിവസേന വരുന്ന ഇൻസ്റ്റഗ്രാം റീലുകളും മാത്രം മതിയാവില്ല ജെൻസിയെ നേരിടാൻ സർക്കാരിന്. പുതിയ സ്ട്രാറ്റജികൾ കൂടി പരീക്ഷിക്കേണ്ടി വരും.